കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയും. അത് മാത്രമല്ല നമ്മളെ ഒരു തറവാട്ടിൽ വന്നൊരു സ്വന്തം ആതിഥേയ മര്യാദ, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. നിങ്ങളെ നമ്മുടെ സ്വന്തക്കാർ പോലെ തന്നെ ആകെപ്പാടൊരു 10-12 മണിക്കൂർ നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു ഫീലിംഗ് ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് വേറെ കേട്ടൊക്കെ പോകും. പക്ഷെ ഞങ്ങൾ ഇനിയും വരും, ഞങ്ങളുടെ മക്കൾ വരും, അവർ തുറന്നുള്ളതും വരും. നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ നമ്മളാണത്തെ പല ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടിനെ പിന്നെ പഴയ പ്രകൃതിയെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. വിഷരഹിതമായ ഭക്ഷണം ഇതിനെല്ലാത്തിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഇത് ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ഓക്കെ, വളരെ റിഫ്രഷിംഗ് അറ്റ്മോസ്ഫിയർ മാത്രമല്ല, അഡ്വഞ്ചർ സോണും എല്ലാം നല്ല, എന്താ പറയാ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റാഫും ആണ്. വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ലൈക്ക് അവിടെ പോയാലും ഇവിടെ പോയാലും എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്തു. എന്താ നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണെങ്കിലും ഇതിലെല്ലാത്തിലും ഇൻവോൾവ് ചെയ്യാനാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലായിരുന്നു പെരുമാറിയത്. നൈസ് ഫ്രണ്ട്ലി സ്റ്റാഫ്. ഫുഡും വളരെ നല്ലതായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഹോംലി അഫെയർ ഉണ്ടാവും, പക്ഷെ അതിനേക്കാൾ ഒഫീഷ്യൽ റെസ്ട്രിക്ഷൻ ഇവിടെ അതൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. സ്വന്തം വീട് മാതിരിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. വളരെ നല്ല ആംബിയൻസ്. ഇത്രയും ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കുട്ടികളാണെങ്കിലും അവരുടെ അത്രയും വൈബ്സ് ഉള്ള റൈഡ്സ് ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഒന്നും പോരാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏറ്റവും നല്ലത് എനിക്ക് പറയാനുള്ളത്, കൊച്ചു കുട്ടികൾ വന്നാല് അവർക്ക് എസ്പെഷ്യലി കുഞ്ഞുങ്ങളിപ്പം പറ്റിനെ കാണുന്നില്ല, ആടിനെ കാണുന്നില്ല, പിന്നെ കോഴിയെ കാണുന്നില്ല. അങ്ങനെ ആനിമൽസിനെ പരിചയപ്പെടാനും അവർക്ക് കളിക്കാനും എല്ലാ അവസരങ്ങളും ഉണ്ട്. വളരെ നല്ലതായിരിക്കും കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്ന് താമസിക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ പലയിടത്തും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാ സ്റ്റാഫും ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ എല്ലാവരും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അവർ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് പിള്ളേർക്കൊക്കെ എല്ലാവരും ഇതൊക്കെ ബേർഡ്സ് ഇതെല്ലാം വെച്ച് കയ്യിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും പിള്ളേർ തറലി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഗ്രൂപ്പ് എൻജോയ് ചെയ്തു. തിരിച്ചു പോകുമ്പോൾ ഞാൻ ചക്കവരട്ടി മാങ്ങാപ്പഴമൊക്കെ തന്നതിന് അതിനൊരു വലിയ താങ്ക്സ്.